ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളങ്ങനെ എമ്പുരാൻ മൂവി ഫസ്റ്റ് ഷോ കണ്ടിട്ട് വന്നതേ ഉള്ളൂ സുഹൃത്തുക്കളെ. എൻ്റെ മോനെ ജാതി പടം അറിയാമോ? എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഒരു കാര്യം ഉറപ്പിച്ചു, നമ്മുടെ ഇൻഡസ്ട്രി, അതായത് മലയാളം ഇൻഡസ്ട്രിക്കും ഹോളിവുഡ് ലെവലിൽ പടം പടം എടുക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ രാജേട്ടൻ അങ്ങനെ തെളിയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നോ പടം അങ്ങനെ നിങ്ങൾ, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഈ റിവ്യൂ ആണെങ്കിലും മറ്റുള്ളവരുടെ റിവ്യൂസ് ആണെങ്കിലും നിങ്ങൾ ഒന്നും കാണണ്ട, നിങ്ങൾ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്, എൻജോയ് ദ മൂവി മോനെ. മേക്കിംഗ് വൈസ്, സിനിമോട്ടോഗ്രാഫി, എൻ്റെ മോനെ ആക്ഷൻ സീക്വൻസ് എല്ലാം കിടിലോ സ്കിൽ. ലാലേട്ടൻ്റെയൊക്കെ സ്ക്രീൻ പ്രസൻസ് എൻ്റെ മോനെ എന്നാ സ്ക്രീൻ പ്രസൻസ് അറിയുമോ? ഇല്ല, രാജുവേട്ടൻ്റെ ആണെങ്കിലും കിടിലോ സ്കി, എല്ലാ ക്യാരക്ടേഴ്സും നല്ല കിടിലോ സ്കി പെർഫോമൻസ്. എന്നാൽ എന്താ പറയുക, എല്ലാ ഫസ്റ്റ് പാർട്ടിൻ്റെ അല്ലെ ഫസ്റ്റ് പാർട്ടിൻ്റെ ഇമ്പാക്റ്റ് അതേപടി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി സെക്കൻഡ് പാർട്ട്. ക്യാമിയോസൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതായത് നമ്മൾ നോക്കിയിരുന്ന ആ ഒരു ബാക്ക് സൈഡ് കണ്ടുകൊണ്ടിരുന്ന ഡ്രാഗണിൻ്റെ കോട്ടിട്ടത് ആരാണെന്നൊക്കെ ഉള്ളതൊക്കെ കാണിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. അതൊരു അന്യായ ക്യാരക്ടർ തന്നെയാണ്, അതൊരു കിഡ്ലോസ്കി ക്യാരക്ടറാണ്. ബട്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ തേർഡ് പാർട്ടിലായിരിക്കും വരാനുള്ളത്. ഐ ആം വെയിറ്റിംഗ് ഫോർ ദ തേർഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ഫോർ L3 ഗൈസ്. എൻ്റെ മോനെ ഗൈസ്, മേക്കിംഗ് വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ എവിടെയും അവർ ഒരു രീതിയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പോട്ടെ, അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. കിഡിലോസ്കിയോടുള്ള കാസ്റ്റിംഗ്, ഹോളിവുഡിൽ നിന്നൊക്കെ കാസ്റ്റിംഗ് ഒക്കെ അത് അതും എല്ലാ നമ്മൾ എന്താ പറയുക, നമ്മൾ ഹോളിവുഡ് പടം കാണത്തില്ലേ, ആ ഹോളിവുഡ് പടത്തിനകത്തോട്ട് നമ്മൾ ലാലേട്ടനെയും പൃഥ്വിരാജിനെയും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ കൊണ്ട് പ്ലേസ് ചെയ്ത് എങ്ങനെ ഇരിക്കും എന്ന് പറയുന്നത് പോലാണ് ആ ഒരു ടൈപ്പിലാണ് പടം മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അന്യ ക്വാളിറ്റി മേക്കിംഗ്. രാജുവേട്ടൻ്റെ ആ കോൺഫിഡൻറ്റ്, അല്ലെങ്കിൽ എമ്പുരാൻ ടീമിൻ്റെ കോൺഫിഡൻറ്റ്, അവർ പറഞ്ഞ ആ വാക്ക് അതേപടി പുലർത്തിയിട്ടുണ്ട്. അവർ ആ പറഞ്ഞ വാക്കിന് 100% അവർ നീതി പുലർത്തിയിട്ടുണ്ട് പടത്തിനോട്. നമുക്ക് വിസിലടിച്ച് ആർമാദിക്കാനുള്ള ഓരോ സീനുകളും എഴുതി വെച്ചിട്ടുണ്ട്. ലാലേട്ടൻ വരുന്ന ഓരോ സീനുകളെന്ന് പറയുമ്പോൾ ഏറ്റവും ഓരോ ജാതി അതറിയാം പറയുമ്പോൾ തന്നെ ഗൂസ് വരുന്നത്. സോ ഗൈസ്, ഒട്ടും വെയിറ്റ് ചെയ്യണം, നിങ്ങൾ എന്തായാലും പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ പോയി കാണുക. വേറെ ഒരു എക്സ്പീരിയൻസ് ആണ് ഗൈസ്. അപ്പം നമ്മളും കാണിച്ചു കൊടുത്തിരിക്കുകയാണ് നമുക്കും ഹോളിവുഡ് ലെവലിൽ, അതായത് ഒരു രീതിയിലുള്ള കോംപ്രമൈസും ഇല്ലാതെ ഹോളിവുഡ് ലെവലിൽ നമുക്ക് പടം എടുക്കാൻ പറ്റുമെന്ന് കാണിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ എല്ലാവരും പോയി കാണുക കിഡ്ലോസ്കി പടം. സോ വെയിറ്റിംഗ് ഫോർ L3. അപ്പോൾ അതിനുള്ള സുഹൃത്തുക്കളെ, ടാറ്റാ, ബൈ ബൈ.